ഹലോ എവ്രി വൺ, വെൽക്കം ടു KS മെന്റർ. വീണ്ടും ഒരു KS സീസൺ വന്നിരിക്കുകയാണ് അല്ലേ. ഈ കഴിഞ്ഞ ആഴ്ച വരെയൊക്കെ KS വരുവോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആശങ്കയും പേടിയും എല്ലാം. പക്ഷെ ഇന്ന് ആ ചോദ്യം മാറി. ഇനിയുള്ളത് KS എന്ന് പറയുന്ന എത്ര വലിയൊരു അവസരമാണെന്നുള്ളതാണ്. അത് എനിക്ക് നിങ്ങളോട് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും പുതിയ പിള്ളേർക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കേരള കേഡറിലോട്ടുള്ള ഒരു ചവിട്ടുപടി ആണ് KS എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗ്ലോറി എന്ന് പറയുന്നത്. അത് മാറ്റി നിർത്തി ഇപ്പൊ കൺഫേർഡ് IAS എന്നുള്ളൊരു സാധനം മാറ്റി നിർത്തിയാൽ തന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ബാച്ചിലെ KS കുട്ടികൾ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും ഡയറക്ടർ പൊസിഷൻ അല്ലെ ഡെപ്യൂട്ടി ഡയറക്ടർ, ചിലർ ശുചിത്വ മിഷന്റെ ഡയറക്ടറാണ്, ജില്ലാതല കോർഡിനേറ്റേഴ്സ് ആണ്, കുടുംബശ്രീയിൽ KTDCയിലെ ഉന്നത പദവികൾ, KSRTCയിലെ സീനിയർ ഡയറക്ടർ പൊസിഷൻ, ഇവിടെയൊക്കെയാണ് ഇവർ പലരും എത്തി നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം ബൈ നോ എല്ലാവർക്കും ക്ലിയർ ആണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ തന്നെ എന്താണ് ഇത് PSC കമ്മ്യൂണിറ്റി, പരമ്പരാഗതമായ PSC കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിയാൽ ഇവർക്ക് ഇതൊരു ഫിയർ എലമെന്റ് കൂടെയാണ്. ഇപ്പൊ കഴിഞ്ഞ KS പരീക്ഷ നോക്കിയാൽ ഇവരെ അത് കുറെ പേടിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ആക്ച്വൽ പരീക്ഷ നടത്തിയപ്പോൾ ഇവരെ കുറച്ച് നിരാശപ്പെടുത്തുകയും ചെയ്ത ഒരു പരീക്ഷയാണ്. കാര്യം എന്താണ്, ഇതൊരു UPSC പഠിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു പരീക്ഷയാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും തോന്നാനിടയായി. ഫൈനൽ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ PSCക്കാരുണ്ടെങ്കിലും ഒരു വലിയ മജോറിറ്റി അല്ലെ ടോപ്പ് റാങ്ക്സ് എല്ലാം UPSCക്കാർ കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയും പലരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പരീക്ഷയുടെ ഒരു ജയസാധ്യത എടുത്തു നോക്കിയാൽ കഴിഞ്ഞ KS പരീക്ഷയിലാണ് 3,84,000 പേര് അപ്ലൈ ചെയ്തതിൽ നിന്ന് ഏകദേശം 3,500 പേര് മാത്രമാണ് പ്രിലിംസ് പാസ്സായി മെയിൻസ് എഴുതുന്നത് സംഭവിച്ചത്. അതിൽ നിന്നൊരു 552 പേരാണ് മെയിൻസ് പാസ്സായി ഇന്റർവ്യൂവിന് പോയത്. ഇതിൽ നിന്നൊരു 533 പേരാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിലുള്ളത്. പക്ഷേ വെറും 105 പേർക്കാണ് പ്ലേസ്മെന്റ് നടന്നത്. ഓക്കെ, അപ്പൊ 3,84,000 നിന്ന് 105 ഒരു ഭയങ്കര വലിയൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. അത് ഇതിനെ സംബന്ധിക്കുന്ന വേറൊരു ഫിയർ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ KSന് ശേഷം കേരള PSCയിൽ അടിമുടി മാറിയിരിക്കുകയാണ്. KS എല്ലാത്തിനും ഒരു തുടക്കം വെച്ച പരീക്ഷയാണ്. 2020 KS പരീക്ഷയ്ക്ക് ശേഷം കേരള PSC നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണെങ്കിലും LSDS എക്സാം ആണെങ്കിലും SI പരീക്ഷയാണെങ്കിലും തഹസിൽദാർ പരീക്ഷയാണ്, ഇതെല്ലാം ആ KS പരീക്ഷയെക്കാൾ ഇച്ചിരി ടഫായിട്ടാണ് കേരള PSC നടത്തിയത്. അപ്പൊ ഇനിയും വരാൻ പോകുന്ന KS എക്സാം എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാമാണ് ഓരോ PSC ആസ്പിറന്റിന്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താണ് ഇത്രയും വലിയൊരു അവസരം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഈ പേടി കാരണം നമ്മൾ ഇതങ്ങ് വിട്ടുപിടിക്കുക എന്നുള്ളതാണ്? ഒരിക്കലുമല്ല. അപ്പൊ ഇവിടാണ് നിങ്ങൾ ഭയങ്കര സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ഒരു അപ്രോച്ച് ഉടനെ തന്നെ എടുക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു KS എന്നുള്ള ഇൻഫർമേഷൻ കേട്ട് തുടങ്ങിയിട്ട് പതിയെ ചില ടെലിഗ്രാം ചാനൽ കയറി എന്തെങ്കിലും PDF ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ചില YouTube സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ 199 രൂപയ്ക്ക് KS പഠിപ്പിച്ചു തരാമെന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോവുക, ഇങ്ങനത്തെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള അൺഫോക്കസ്ഡ് ആയിട്ടുള്ള പരിപാടിക്കൊന്നും നിൽക്കരുതെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നോ നാളെയോ എന്നൊക്കെ വെച്ച രീതിയിൽ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടും പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതിനെനിക്ക് ഒരു എക്സാമ്പിളൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ KSന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 105 പേരിൽ 73 കുട്ടികളും നമ്മുടെയാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ 2017-18 തൊട്ട് തുടങ്ങിയ ഒരു റിസർച്ചിൻ്റെയും ടീം ബിൽഡിങ്ങിൻ്റെയും ഒരു പരിണിത ഫലമായിരുന്നു. അതിനുശേഷം ഈ എക്സാമിന് ശേഷം നമ്മൾ ഈ പരിപാടി നിർത്തിയില്ല. പിന്നീട് നമ്മൾ ആ ടീമിനെ എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ അതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി കൊണ്ടുവരുന്നു. പിന്നീട് നടന്ന ഓരോ പരീക്ഷയിൽ നമ്മുടെ വിജയശതമാനം മാത്രമല്ല, നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ ആക്ച്വൽ എക്സാമിന് വന്നു. അപ്പം ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ SI എക്സാമിൻ്റെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ, LSDSന്റെ ഈ ചോദ്യങ്ങളെല്ലാം ഈ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കറിയാം ഒരു 100-ൽ 70 മേളിൽ എന്ത് വന്നാലും നമ്മൾ ചോദ്യം പ്രഡിക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, പിന്നെന്താണ് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 8-9 വർഷം ഇതിൻ്റെ പുറയിൽ നിന്നൊരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കിടക്കുന്നത്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ ടീം മൊത്തവും UPSC ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മുടെ ഒരു കോർ ടീം, ഇപ്പം ഞാനടക്കമുള്ളവരുടെ കോർ ടീമിലെ UPSC എക്സ്പീരിയൻസ് നമ്മൾ ഒന്നിന് ശേഷം ഒന്നായിട്ട് കൂട്ടുവെച്ച് നോക്കിയാൽ ഏകദേശം 30 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് UPSCയിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇത്രയും ഒരു ടീമാണ് നമുക്കിവിടെ KSന് വേണ്ടിയുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് പേടി എന്ന് പറയുന്ന ന്യായമാണ്, പേടി ഉണ്ടാവേണ്ട കാരണങ്ങളുണ്ട്. പക്ഷെ പേടിയിൽ അകപ്പെട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതെ എത്രയും പെട്ടെന്ന് ട്രാക്കിലോട്ട് വരിക. ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നന്മ മരങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഒന്നും നടക്കരുത്. കുറേ പേര്, ഒരു 12,000-3,000 പേര് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഇപ്പറേ കുറച്ച് UPSC ക്രൗഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെയും കൂടി അവസരമാണിത്. UPSCയുടെ കുത്തക നമുക്ക് ഈ വർഷം നിർത്തി കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.